ഹലോ ഗൈസ്, ട്രക്കിംഗ് ഇഷ്ടമല്ലാത്ത സഞ്ചാരികൾ പൊതുവെ കുറവായിരിക്കും. വളരെ എളുപ്പമുള്ളത് തുടങ്ങി കുത്തനെയുള്ള പർവ്വതനിര വരെ ട്രക്കിംഗ് നടത്താൻ പറ്റിയ ഒട്ടേറെ ഇടങ്ങളുണ്ട്. ഇക്കൂട്ടത്തിൽ വളരെയധികം സാഹസികമായ ആളുകൾക്ക് മാത്രം കയറാനാവുന്ന ഒരു കോട്ടയാണ് മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ട്. ഹരിഹർ ഫോർട്ടിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. നാസിക്കിൽ നിന്നും ബസ് പിടിച്ച് അന്ന് ഈവനിങ് ആയപ്പോൾ നമ്മൾ ത്രയംബകേശ്വറിലെത്തി. അവിടെ 500 രൂപ മുതൽ റൂംസ് അവൈലബിൾ ആണ്. സോ നൈറ്റ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. സോ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. ത്രയംബകേശ്വറിൽ നിന്നും ഹരിഹർ ഫോർട്ടിലേക്ക് പോകാൻ നിരവധി ഓട്ടോ സർവീസ് ലഭ്യമാണ്. ഓട്ടോ ചാർജ് വരുന്നത് 500 രൂപ മുതൽ 1000 രൂപ വരെയാണ്. വൺസ് നമ്മൾ റീച്ച് ആയാൽ ഹരിഹർ ഫോർട്ട് കണ്ട് ഇറങ്ങി വരാൻ 4 മണിക്കൂർ വരെ ടൈം എടുക്കും. പോകുന്ന വഴിയെല്ലാം നല്ല രീതിയിലുള്ള ഗട്ടറുള്ള റോഡുകളാണ്. ഇപ്പോൾ കോട്ടയ്ക്ക് അപ്പുറം ഇപ്പുറം 2 ഗ്രാമങ്ങളാണ് ഉള്ളത്. ത്രയംബകേശ്വറിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള ഹർഷേവാടി, മുംബൈയിൽ നിന്ന് 121 കിലോമീറ്റർ അകലെയുള്ള ഘോട്ടിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള നിർഗുണപാട എന്നതാണ് മറ്റൊരു ഗ്രാമം. ഞങ്ങൾ പോയത് ഏപ്രിൽ മെയ് മാസത്തിലായതിനാൽ ചൂട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. സോ തിരക്കുകൾ ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ചൂട് സമയം തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അത് ആ കാണുന്ന മലയാണ് നമുക്ക് കീഴടക്കേണ്ട ഹരിഹർ ഫോർട്ട്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഹർഷേവാടി വില്ലേജിലാണ്. സോ ഇതേപോലെ ഓരോ ടെൻറ്റുകൾ അവിടെ അടിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഈ ടെൻറ്റുകൾ യൂസ് ചെയ്യാം. ഓട്ടോ ചേട്ടൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്പറും തന്ന് മുകളിൽ ഒരു ഏരിയ ഉണ്ട്, അവിടെ ചെന്നാൽ കോൾ ചെയ്താൽ മതി, റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞ് പുള്ളി പയ്യെ പോയി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. നടന്നു കയറേണ്ടതും അതുപോലെ കുത്തനെയുള്ളതുമായ ട്രക്കിംഗ് ആയതിനാൽ അധികം വെയിറ്റ് തോന്നിക്കാത്ത ബാഗെല്ലാമാണ് ഞങ്ങൾ എടുത്തത്. കൂടാതെ ഇടയ്ക്കൊന്ന് ചാർജ് ആക്കാൻ ഗ്ലൂക്കോസ് പൊടിയെല്ലാം നമ്മൾ കരുതിയിരുന്നു. ചൂട് സമയത്ത് പോകുന്നവർ വെള്ളം എന്തായാലും കരുതേണ്ടതാണ്. പോയത് ഓഫ് സീസണിലായതുകൊണ്ട് കോട്ടയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ചെറിയ പെട്ടിക്കടകൾ നമുക്ക് കാണാം. അവിടെ നിന്നൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ശരിക്കും ഹരിഹർ ഫോർട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മൺസൂൺ സീസൺ തന്നെയാണ് ബെറ്റർ. നമ്മൾ കണ്ട ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും മൺസൂൺ ബേസ്ഡ് ആയിരുന്നു. സോ അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഓഫ് സീസൺ തിരഞ്ഞെടുത്തത്. അടിയിൽ ഇതുപോലെ തന്നെ റെയിൽസ് എല്ലാം കെട്ടിയിട്ടുണ്ട്. ഹരിഹർ ഫോർട്ടിനെ ഭീകരമായ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്നതാവും ശരി. ഇതുവരെ കണ്ട ട്രക്കിങ്ങുകളെല്ലാം ചെറുതാണ്. ശരിക്കുള്ള സാഹസിക അനുഭവം ലഭിക്കണമെങ്കിൽ ഹരിഹർ ഫോർട്ടിലേക്ക് തന്നെ പോകണം. ചങ്കുറപ്പുള്ളവർ മാത്രം പോകുന്നതാണ് നല്ലത്. വലിയ തിരക്കൊന്നുമുള്ള വിനോദസഞ്ചാര കേന്ദ്രമല്ലെങ്കിലും സാഹസിക യാത്രയുടെ ഇഷ്ടസ്ഥലമാണ് ഇത്. മലകയറ്റത്തിൽ പ്രാവീണ്യമുള്ളവർക്ക് മികച്ച അനുഭവമായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുക. ലളിതമായി പറഞ്ഞാൽ 80 ഡിഗ്രി ചെരിവുള്ള മല കയറുക എന്നതാണ് ദൗത്യം. അങ്ങനെ ഓരോ പടിയിലും 2 സൈഡിലുമായി കൈകൾ പിടിച്ചു കയറി നമുക്ക് മെയിൻ കവാടത്തിന് സമീപം എത്തിച്ചേരാം. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ കോട്ടവാതിൽ. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വേണം നമുക്ക് പോകാൻ. പോകുന്ന വഴിയിൽ ബൈനോക്കുലർ പോലെ നമുക്കൊരു ഐറ്റം കാണാം. ഇതിലൂടെ നോക്കിയാൽ നമുക്ക് കോട്ടയുടെ അപ്പർ സൈഡ് വിഷ്വൽസ് എല്ലാം അതിമനോഹരമായി കാണാവുന്നതാണ്. ഇടുങ്ങിയ വഴികളായതിനാൽ സൂക്ഷിച്ചു വേണം മുന്നോട്ട് യാത്ര ചെയ്യാൻ. സൈഡിലേക്ക് നീങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. വീണ്ടും ഹെലിക്കൽ റോക്ക് കട്ട് പടികൾ കയറണം. അവ മുമ്പത്തേക്കാൾ കുത്തനെയുള്ളതാണ്. അവസാനം ഒരു ഇടുങ്ങിയ പ്രവേശനത്തിലൂടെ അവസാനിക്കുന്നു. പലയിടത്തും പടികൾ വളരെ ഇടുങ്ങിയതാണ്. ഒരു സമയം ഒരാൾക്ക് മാത്രമേ ഇവിടെ കയറാൻ കഴിയൂ. കോട്ടയുടെ ഏറ്റവും ഉയരമുള്ള പാറയിലേക്കുള്ള കയറ്റമാണ് ഇനി വരാൻ പോകുന്നത്. ചങ്കുറപ്പ് കുറഞ്ഞവർക്ക് യാത്ര ഇവിടെ നിർത്തി താഴ്വരകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മടങ്ങിപ്പോകാം. സാഹസികത രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളവർക്ക് മുന്നോട്ട് പോകാം. ഇത്രയും നേരം മല കയറാൻ പടവുകളുണ്ടായിരുന്നെങ്കിൽ ഇനി അതില്ല. പാറയിൽ പിടിച്ച് തൂങ്ങി വേണം മുകളിൽ കയറാൻ. കായിക ബലം കുറഞ്ഞവർക്ക് ഇത് കഴിഞ്ഞെന്ന് വരില്ല. പലരും ഈ ഘട്ടത്തിൽ പിന്മാറാറുണ്ട്. ശ്വാസം അടക്കി പിടിച്ച് പാറയിൽ പിടിച്ച് വേണം നമുക്ക് മുകളിൽ കയറാം. അങ്ങനെ നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് ആണെങ്കിലും ഏറ്റവും ടോപ്പിൽ എത്തിച്ചേർന്ന് ഗായ്സ്. അവിടുത്തെ കാഴ്ച മനം മയക്കുന്നത് തന്നെയാണ്. ചെറിയ കാറ്റും സമീപത്തെ ആൽവാദ് അണക്കെട്ടും ഏക്കർ കണക്കിന് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിയിടങ്ങളും അവിടെ നിന്ന് നമുക്ക് കാണാം. അതുപോലെ ശിവജി മഹാരാജാവിൻ്റെ ഫ്ലാഗും നമുക്ക് കാണാം. മല കയറി മുകളിലെത്തിയാൽ തിരിച്ചിറങ്ങുന്നത് നിസ്സാരമാണെന്ന് കരുതരുത്. കുത്തനെയുള്ള ഇറക്കം കയറുന്നതിലും പ്രയാസമായി തോന്നും. അങ്ങനെ ഞങ്ങൾ പയ്യെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. തിരക്ക് പിടിച്ച് ഒരിക്കലും ഇറങ്ങാതിരിക്കുക. പടികൾ മെല്ലെ പിടിച്ച് വേണം നമുക്ക് താഴെ എത്താൻ. ഞങ്ങൾ പയ്യെ റെസ്റ്റ് എടുത്തെല്ലാമാണ് താഴേക്ക് എത്തിയത്. ഇതുപോലെ സൈഡെല്ലാം വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇറങ്ങുമ്പോൾ. അങ്ങനെ പയ്യെ ഇറങ്ങിയാൽ നമ്മുടെ മെയിൻ കോട്ടവാതിക്കലെത്തും. അവിടെ നിന്ന് നേരത്തെ കയറിയ കുത്തനെയുള്ള പടികൾ വളരെ സൂക്ഷിച്ചിറങ്ങുക. മഴക്കാലത്ത് ഈ പടികൾ നല്ലപോലെ വഴുക്കലുണ്ടാകും.